ഹായ് വെൽക്കം ടു മാൻകം. ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മെഷർ ചെയ്യാനായിട്ട് പറ്റുക. അതിന്റെ ബാക്കിയുള്ള കണ്ടിന്യൂയിങ് ലെക്ചറാണിത്. നിങ്ങൾ ആദ്യം എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അവ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് മനസ്സിലായതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഫസ്റ്റ് ഇവിടെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കേസിനകത്ത് എന്താണുള്ളത്? ഒരു പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. ദാറ്റ് ഈസ് പ്ലാറ്റിനം ഇലക്ട്രോഡ് പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്തിരിക്കുന്നു. അതിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് 1 bar പ്രഷർ ബ്ലോ ചെയ്യുന്നു. അതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 molar H+ അയോൺ 1 molar H+ അയോൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന സൊല്യൂഷൻ. യൂഷ്വലി നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl സൊല്യൂഷൻ ആയിരിക്കും എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഏതിൻ്റെയാണോ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ആ ഇലക്ട്രോഡിനെ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അസ്യൂം ചെയ്താൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിക്കാം. അതായത് കോപ്പർ ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ വേറൊരു ബീക്കറിൽ വെച്ചതിന് ശേഷം അതിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഇതിനെ നമ്മൾ ഈ പറയപ്പെടുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറയപ്പെടുന്ന സൊല്യൂഷൻ അല്ലെ കോപ്പർ 2+ അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 molar ആയിട്ടുള്ള യൂണിറ്റി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. സോ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഇവിടെ നടക്കാൻ സാധ്യതയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് പോകുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ കിട്ടുന്നൊരു വാല്യൂ, ഇപ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യം, കോപ്പർ 2+ അയോൺ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പറായി മാറുന്നു എന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് കോപ്പറിന് എന്ത് സംഭവിച്ചു? കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. കോപ്പർ 2+ അയോൺ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പറായിട്ട് മാറുന്നു. അതിന് കോപ്പറിന് എന്ത് സംഭവിച്ചു? കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഒരു സെല്ല് നമ്മൾ 2 കമ്പാർട്ട്മെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിന് റിഡക്ഷൻ സംഭവിച്ചാൽ ഓപ്പോസിറ്റ് പാർട്ടിന് എന്ത് സംഭവിക്കണം? ഓപ്പോസിറ്റ് പാർട്ടിന് ഓക്സിഡേഷൻ സംഭവിക്കണം. ദാറ്റ് മീൻ ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ എഴുതാനായിട്ടുള്ള കാരണം, ഈ ഒരു കേസിനകത്തുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് കോപ്പറിന്റെ കേസിൽ 0.34 വോൾട്ട് ആണ്. കോപ്പറിന്റെ കേസിൽ ഇത് 0.34 വോൾട്ട് ആണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കോപ്പർ ഇലക്ട്രോഡിന് റിഡക്ഷൻ സംഭവിക്കും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഓക്സിഡേഷൻ സംഭവിക്കും. ഇനി നമ്മളൊരു സെല്ല് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഒരു സെല്ലിനെ നമ്മൾ എഴുതുമ്പോൾ, ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം സെല്ലിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ആനോഡും ഉണ്ട്, ഒന്ന് ക്യാഥോഡും ഉണ്ട്. നമ്മൾ ആദ്യം എഴുതുന്നത് ആനോഡായിരിക്കും, രണ്ടാമത് എഴുതുന്നത് ക്യാഥോഡായിരിക്കും. രണ്ടാമത് ക്യാഥോഡായിരിക്കും. ആനോഡിനെയും ക്യാഥോഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ലൈൻ വരയ്ക്കും. ആനോഡിനെയും ക്യാഥോഡിനെയും സെപ്പറേറ്റ് 2 ലൈൻ വരയ്ക്കും. ഇനി ആനോഡിൽ എന്താ ഉള്ളത്? ആനോഡിൽ ഉള്ളത് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡാണ്. പ്ലാറ്റിനം ഒബ്വിയസ്ലി നമ്മുടെ സ്റ്റേറ്റ് കാണിക്കുക സോളിഡ് സ്റ്റേറ്റിലാണ്. പ്ലാറ്റിനം ഇലക്ട്രോഡ് സോളിഡ് സ്റ്റേറ്റിൽ അതിലേക്ക് എന്ത് ബ്ലോ ചെയ്യുന്നു? അതിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് ബ്ലോ ചെയ്യുന്നു. 1 bar പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് ബ്ലോ ചെയ്യുന്നു. 1 bar പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് ബ്ലോ ചെയ്യുന്നു. ബ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഹൈഡ്രജൻ എന്ത് സംഭവിക്കണം? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ ഓക്സിഡേഷൻ സംഭവിക്കണം. ദാറ്റ് മീൻ H2 അല്ലെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് H+ അയോൺ ആയി മാറണം. സോ നമുക്കറിയാം കാണിക്കാം, ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു H+ അയോൺ. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 1 molar കോൺസെൻട്രേഷൻ ഇൻ അക്വസ് മീഡിയം. നമ്മൾ ഇത് എവിടെ നിന്ന് എഴുതിയേ? നമ്മൾ എഴുതി ഇവിടെ നോക്കി. നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന 1 molar കോൺസെൻട്രേഷൻ H+ അയോൺ, ഹൈഡ്രജൻ ഗ്യാസ് ബ്ലോ ചെയ്തു, ഹൈഡ്രജന് ഓക്സിഡേഷൻ സംഭവിച്ച് H+ അയോണായി മാറുന്നു. നേരെ ക്യാഥോഡായിട്ട് ആരാണ്? കോപ്പറാണ്. കോപ്പറിൽ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. അവിടെ എന്ത് സംഭവിച്ചു? കോപ്പർ 2+ അയോൺ ഏത് കോൺസെൻട്രേഷനിലുള്ളത്? അക്വസ് സ്റ്റേറ്റിൽ 1 molar കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പറായി മാറുന്നു. സോ ഇതെന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓക്സിഡേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ 1 molar സൊല്യൂഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, 1 molar സൊല്യൂഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ കിട്ടി 0.34. അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത് കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്കെ, ക്ലിയർ. ഇൻ ദ സെയിം വേ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടി. പോസിറ്റീവ് വാല്യൂ കിട്ടുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പോസിറ്റീവ് വാല്യൂവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അതിന്റെ അർത്ഥം അതിനകത്ത് ഇലക്ട്രോലൈറ്റിലുള്ള കോപ്പർ 2+ അയോൺ ഹാവ് മോർ ടെൻഡൻസി
to get reduced than the H plus ion. Copper 2 plus ion have a more tendency to get reduced than the H plus ion. നേരെ മറിച്ച് ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇപ്പൊ നമ്മൾ ഇതിന് പകരം സിങ്ക് ഇലക്ട്രോൺ എടുക്കുന്നെങ്കിൽ സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലെ സിങ്ക് ഇലക്ട്രോൺ എടുക്കുന്നെങ്കിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഇലക്ട്രോൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു കേസിനകത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.76 ആയിരിക്കും. അപ്പോൾ -0.76 ആണ് കിട്ടുന്നതെങ്കിൽ -0.76 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് H പ്ലസ് അയോൺ റെഡ്യൂസ് ആവുന്നതിനേക്കാൾ ടെൻഡൻസി കുറവാണ് ആർക്ക് സിങ്ക് 2 പ്ലസ് അയോൺ റെഡ്യൂസ് ആവാൻ. സോ ദ ടെൻഡൻസി ഓഫ് ദ സിങ്ക് 2 പ്ലസ് അയോൺ ഇൻ ഓർഡർ ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി H പ്ലസ് അയോൺ. H പ്ലസ് അയോൺ. ക്ലിയർ? ഫൈൻ. സോ ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ അറിയേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ if it is connected with zinc in zinc sulfate solution ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടു കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.34 വോൾട്ട് ആണ്, സിങ്കിന്റെ എന്ന് പറയുന്നത് -0.76 വോൾട്ട് ആണ്. സോ ഈ 0.34 ഈസ് ഗ്രേറ്റർ ദാൻ -0.76. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഈ കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിന് റിഡക്ഷൻ സംഭവിക്കും. സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഓക്സിഡേഷൻ സംഭവിച്ചു. അതായത് ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം രണ്ട് ഇലക്ട്രോഡുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അതിന് റിഡക്ഷൻ സംഭവിക്കും, മറ്റേതിന് ഓക്സിഡേഷൻ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ അതിന് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തു, അതിനകത്ത് ഒരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു, മറ്റൊരു സൊല്യൂഷൻ എടുത്തു, അത് നമ്മളൊരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് കോപ്പർ ഇലക്ട്രോഡ് ഏത് സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഇത് സിങ്ക് ഇലക്ട്രോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കോപ്പറിന് റിഡക്ഷൻ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കും. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? കാത്തോഡിലായിരിക്കും. സിങ്കിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. സിങ്ക് എന്താണ്? അതെന്ന് പറയുന്നത് ആനോഡാണ്. ഓക്കെ, ഇത്രയും കാര്യം നമ്മുടെ കാര്യം. ഈ ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ദിസ് സെൽ ഈസ് കോൾഡ് ഡാനിയൽ സെൽ. കാരണം സിങ്ക് സൾഫേറ്റ് കോപ്പർ ആൻഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്കിവിടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് നോൺസ്റ്റ് ഇക്വേഷൻ. ആസ് പെർ സിലബസ് ചോദിച്ചിരിക്കുന്നത് നോൺസ്റ്റ് ഇക്വേഷൻ ഓഫ് എ സിംഗിൾ ഇലക്ട്രോഡ് ആസ് വെൽ ആസ് നോൺസ്റ്റ് ഇക്വേഷൻ ഓഫ് എ സെഡ് രണ്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്ന റിഡക്ഷൻ പ്രോസസ് ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഫോർ എക്സാമ്പിൾ എം എന്ന് പറയുന്ന ഇലക്ട്രോൺ N+ സ്റ്റേറ്റിൽ ഇരിക്കുന്നു. അത് N ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് M ആയി മാറുന്നു എന്ന് വിചാരിക്കാം. N+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നത് N ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് M ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് M ഈസ് ഇൻ ദ അക്വസ് സ്റ്റേറ്റ്, N electron the metal will be in the solid state because 0 is in the electrode and ion will be in the electrolyte. So ഇങ്ങനെയാണ് എങ്കിൽ സോ ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷനിലുള്ള സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ല ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് E of Mn plus bar M, that is electrode potential for the conversion of Mn plus to M at any concentration will be equal to E0 of Mn plus bar M minus RT by NF into ln the concentration of M divided by concentration of Mn plus. Okay, because when you are considering any particular reaction നമുക്കറിയാം ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വിലിബ്രിയം അനുസരിച്ച് എ ഈസ് കൺവേർട്ടിംഗ് ടു ബി എന്നുള്ളതാണ് എങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ കോഎഫിഷ്യന്റ് എഴുതുവാണെങ്കിൽ നമ്മൾ എഴുതുക ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഓരോ ടേം ഇതെന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ. ദിസ് ഇസ് ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ദാറ്റ് ബി when the concentration is 1 molar. R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് that is 8.314 joules per kelvins per mole. Then T is the temperature. T എന്ന് പറയുന്ന temperature. N എന്ന് പറയുന്നത് ആ റിയാക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ.
number of electron involved in that particular reaction. ആ റിയാക്ഷൻ ഇൻവോൾവ് ആയ ഇലക്ട്രോണിന്റെ എണ്ണം എഫ് എന്ന് പറയുന്ന ഫാരഡേസ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് 96,500 കൂളംസ്. എഫ് എന്ന് പറയുന്ന ഫാരഡേസ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് 96,500 കൂളംസ്. ക്ലിയർ? ഫൈൻ. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇതാണ് നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ, ഏറ്റവും ബേസിക് ആണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ദ കോൺസെൻട്രേഷൻ ഓഫ് സംതിങ് വിൽ എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം സംബന്ധിച്ചിടത്തോളം അതിന്റെ കോൺസെൻട്രേഷൻ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. സോ ദാറ്റ് വിൽ ബി കൺസിഡർ ആസ് കോൺസ്റ്റന്റ് ഓർ യൂണിറ്റി. അപ്പൊ നമുക്ക് ഈ പറയപ്പെടുന്ന ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. the electrode potential for the conversion of M to M is equal to E0 conversion from is electrode potential for the conversion from Mn plus to M. This is the electrode potential at any concentration. This is at a uniform concentration. So at concentration at unity. That is equal to RT by NF ln 1 by concentration of Mn plus. 1 by concentration of Mn plus. Okay. When you're considering Faraday's constant exact value എന്ന് പറയുന്നത് 96,487 coulombs per mole ആണ്. പക്ഷെ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഇതിനെ 96,500 coulombs per mole ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. coulombs per mole ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി മാത്രം. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മളിപ്പോൾ ഒരു അപ്പോൾ നമ്മളൊരു ഏത് സെല്ല് തന്നാലും നമുക്ക് ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. Okay, fine. So, for example, if you're considering the Daniell cell, നമുക്കറിയാം Daniell cellനകത്ത് എന്തുണ്ട്? കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന 0.36ഉം സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന -76ഉം ആയതുകൊണ്ട് കോപ്പറിന് എന്ത് സംഭവിക്കും? കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കും. സിങ്കിന് എന്ത് സംഭവിക്കും? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കും. എന്തിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അതിനെ നമ്മൾ കാത്തോഡ് എന്ന് വിളിക്കുന്നു. ഏതിനാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അതിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഫൈൻ. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോ സെല്ലിന്റെ കാര്യം എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കാഥോഡിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ കോപ്പർ 2+ അയോൺ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പർ ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻ കോപ്പർ ഈസ് ഗെയിനിങ് ദ ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് എ റിഡക്ഷൻ പ്രോസസ് ഈസ് ഹാപ്പനിങ്. അപ്പം ഈ ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ ഓഫ് കോപ്പർ 2+ ബാർ കോപ്പർ ക്യാൻ ബി ഗിവൺ ആസ് E0 ഓഫ് കോപ്പർ 2+ ബാർ കോപ്പർ മൈനസ് RT ഡിവൈഡ് ബൈ NF. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. RT by 2F ഇൻറ്റു LN 1 by concentration of copper 2+ അയോൺ എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ? 1 by concentration copper 2+ അയോൺ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതെന്താണ്? നമ്മൾ ഒരു ഇലക്ട്രോഡിനെ പറ്റി മാത്രമാണ് എഴുതുന്നത്. ദിസ് ഈസ് കോൾഡ് ദ Nernst equation ഫോർ ആൻ ഇലക്ട്രോഡ് or a Nernst for a single electron. So this is the Nernst equation for a single electrode. Nernst equation for a single electrode. ഒരു സിംഗിൾ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളമുള്ള നേൺസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുക. അതേപോലെ തന്നെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ സിങ്ക് 2+ അയോൺ. ആനോഡിൽ എന്താണ്? ഓക്സിഡേഷൻ ആണ്. സോ സിങ്ക് വിൽ ബി കൺവേർട്ടഡ് ടു സിങ്ക് 2+ അയോൺ. സിങ്ക് വിൽ ബി കൺവേർട്ടഡ് ടു സിങ്ക് 2+ 2 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ടേംസിൽ എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇ ഓഫ് സിങ്ക് 2+ ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു സിങ്ക് ക്യാൻ ബി ഗിവൺ ആസ് E0 of zinc 2+ bar zinc minus RT by എത്ര ഇലക്ട്രോൺ ഇൻവോൾവ്? 2 ഇലക്ട്രോൺ 2F into Ln 1 by concentration of zinc 2+. 1 by the concentration of zinc 2+ എഴുതാനായിട്ട് പറ്റും. ക്ലിയർ? ഇനി നമ്മളൊരു സെല്ല് കൺസിഡർ ചെയ്ത് ഇത് രണ്ടോട് നമ്മൾ കപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു സെൽ പൊട്ടൻഷ്യൽ ഉണ്ട്. കപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സെൽ ഉണ്ടാവും. ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈ സെൽ വിൽ ബി ഈക്വൽ ടു ഈ കാത്തോഡ്. ഈ സെൽ വിൽ ബി ഈക്വൽ ടു ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. ഈ കാത്തോഡ് മൈനസ് എന്താണ് കാത്തോഡ്? ഈ കോപ്പർ 2+ ബാർ കോപ്പർ. ആനോഡ് എന്ന് പറയുന്നത് ഈ സിങ്ക് 2+ ബാർ സിങ്ക്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈ സെൽ വിൽ ബി ഈക്വൽ ടു ഇ ഓഫ് കോപ്പർ 2+ ബാർ കോപ്പർ മൈനസ് ഇ ഓഫ് സിങ്ക് 2+ ബാർ സിങ്ക്. കോപ്പർ 2+ ബാർ കോപ്പർ നമുക്ക് എന്ത് എഴുതാം? E0 ഓഫ് കോപ്പർ 2+ ബാർ കോപ്പർ മൈനസ് RT by 2F into Ln
1 by concentration of copper 2 plus ion minus E0 of zinc 2 plus bar zinc, E0 of zinc 2 plus bar zinc minus of minus, അപ്പോൾ എന്ത് വരും plus RT by NF ln 1 by concentration of zinc 2 plus, 1 by concentration of zinc 2 plus. Okay, fine. So നമ്മൾ ഒരേ ടൈമിൽ അടുപ്പിച്ചാക്കിയാൽ E0 of copper 2 plus bar copper minus E0 of zinc 2 plus bar zinc, zinc 2 plus bar zinc minus RT by 2F നെ കോമൺ എടുത്ത, minus RT by 2F നെ കോമൺ എടുത്ത, what you will have ln 1 by concentration of copper 2 plus minus 1 by concentration of zinc 2 plus, 1 by concentration of copper 2 plus minus 1 by concentration of zinc 2 plus എന്ന് കിട്ടും. സോ ഇവിടെ നോക്കിക്കേ, E0 of copper bar copper 2 plus minus a. So എന്താണ് E0 of cathode minus E0 of anode. So what you will get, this is equal to E0 of cell. So what you can write, E cell equal to E0 of cell minus RT by NF, then ln A minus ln B. So there is an ln A minus ln B equal to ln A by B. So this is equal to ln 1 by concentration of copper 2 plus, 1 by concentration of copper 2 plus divided by 1 by concentration of zinc 2 plus. Correct? So അങ്ങനെയാണ് ഇത് എന്ത് വരും, E0 of cell minus RT by NF, so RT by 2F, 2 electrons, so RT by 2F ln ഈ A by B divided by C by D. അപ്പോൾ D എന്ത് ചെയ്യുമ്പോഴേക്കും മോളിപ്പോ, the concentration of zinc 2 plus divided by concentration of copper 2 plus, concentration of zinc 2 plus divided by concentration of copper 2 plus എന്ന് കിട്ടും. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതെന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ E cell is equal to E0 cell minus RT by 2F ln into concentration of zinc 2 plus divided by concentration of copper 2 plus. ഏത് റിയാക്ഷൻ തന്നാലും അതിന്റെ കാഥോഡ് റിയാക്ഷനിൽ നിന്നും ആനോഡ് റിയാക്ഷനിൽ നിന്ന് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് കോൾഡ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ സെൽ. ദിസ് ഈസ് കോൾഡ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ സെൽ. നമ്മളൊരു ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. Keep watching, keep learning. Thanks for watching. Bye.